അറേബ്യൻ മണലാരണ്യത്തിലെ മക്ക എന്ന നഗരത്തിൽ ക്രിസ്തുവർഷം 570 ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ആ പ്രദേശം ഗോത്രയുദ്ധങ്ങളാലും അനാചാരങ്ങളാലും കലുഷിതമായിരുന്നു. ജനനത്തിനു മുൻപേ പിതാവിനെയും 6-ാം വയസ്സിൽ മാതാവിനെയും നഷ്ടപ്പെട്ട അദ്ദേഹം ഒരു അനാഥനായാണ് വളർന്നതെങ്കിലും അങ്ങേയറ്റത്തെ സ്വഭാവശുദ്ധിയും സത്യസന്ധതയും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തി. തന്റെ പിതൃ സഹോദരനായ അബൂ ത്വാലിബിനൊപ്പം സിറിയയിലേക്കും മറ്റും നടത്തിയ കച്ചവടയാത്രകൾ അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ച് വലിയ ഉൾക്കാഴ്ചകൾ നൽകി. ഇടപാടുകളിലെ സുതാര്യതയും സത്യസന്ധതയും കാരണം മക്കക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽ അമീൻ, വിശ്വസ്തൻ എന്ന പദവി നൽകി ആദരിച്ചു. 25-ാം വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹു എന്ന മഹദിയെ വിവാഹം കഴിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക ഭദ്രത വന്നുവെങ്കിലും സമൂഹത്തിലെ അസമത്വങ്ങളും അന്ധവിശ്വാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും ചിന്താകുലനാക്കിയിരുന്നു. 40-ാം വയസ്സിൽ മക്കയിലെ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കെ ജിബ്രീൽ എന്ന മാലാഖ വഴി അള്ളാഹുവിന്റെ സന്ദേശം ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായി മാറിമറിഞ്ഞു. പടച്ചവൻ ഏകനാണെന്നും മനുഷ്യരെല്ലാം തുല്യരാണെന്നുമുള്ള സന്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു. വിഗ്രഹാരാധനയെയും അടിമത്തത്തെയും അദ്ദേഹം നഖശിഖാന്തം എതിർത്തു. ഇത് മക്കയിലെ അധികാരവർഗത്തെ ചൊടിപ്പിച്ചു. ആദ്യകാലത്ത് രഹസ്യമായും പിന്നീട് പരസ്യമായും അദ്ദേഹം പ്രബോധനം തുടർന്നു. തന്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, പത്നി ഖദീജ റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു, അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സന്ദേശം ആദ്യമേ സ്വീകരിച്ചു. എന്നാൽ ഖുറൈശി പ്രഭുക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ചുട്ടുപഴുത്ത മണലിൽ കിടത്തിയും പട്ടിണിക്കിട്ടും അവർ സത്യവിശ്വാസികളെ ദ്രോഹിച്ചു. അബൂ ത്വാലിബ് ചുരം എന്ന സ്ഥലത്ത് 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും സാമൂഹികമായി ബഹിഷ്കരിച്ച് പട്ടിണിക്കിട്ട കാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഘട്ടമായിരുന്നു. ഈ കാലയളവിലാണ് അദ്ദേഹത്തിന് താങ്ങും തണലുമായിരുന്ന പത്നി ഖദീജ റളിയല്ലാഹു അൻഹയും പിതൃ സഹോദരൻ അബൂ ത്വാലിബും അന്തരിച്ചത്. ഈ വർഷത്തെ ദുഃഖവർഷം എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മക്കയിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ ദൈവകൽപ്പന പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോടൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കാൻ വീട് വളഞ്ഞ രാത്രിയിൽ തന്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട് മദീനയിലെത്തി. ഇതിനെയാണ് ഹിജ്റ എന്ന് വിളിക്കുന്നത്. മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആവേശത്തോടെ സ്വീകരിച്ചു. അവിടെ അദ്ദേഹം വെറുമൊരു പ്രവാചകൻ എന്നതിലുപരി ഒരു ഭരണാധികാരിയുടെയും സൈന്യാധിപന്റെയും റോൾ ഏറ്റെടുത്തു. മദീനയിലെ വിവിധ ഗോത്രങ്ങൾക്കിടയിൽ സമാധാനം ഉറപ്പാക്കാൻ അദ്ദേഹം മദീന ചാർട്ടർ എന്ന ലോകത്തിലെ ആദ്യത്തെ രേഖാമൂലമുള്ള ഭരണഘടനകളിലൊന്ന് തയ്യാറാക്കി. എന്നാൽ മക്കക്കാർ മദീനയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഫലമായി ബദർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിൽ എണ്ണത്തിൽ കുറവായിട്ടും മുസ്ലിങ്ങൾ വിജയിച്ചു. തുടർന്ന് ഉഹ്ദ് യുദ്ധവും ഖന്തക് യുദ്ധവും നടന്നു. ഓരോ ഘട്ടത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സൈന്യത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമായിരുന്നു. മരങ്ങൾ മുറിക്കരുത്, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുത്, കീഴടങ്ങിയവരോട് കരുണ കാണിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ യുദ്ധനീതി. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും ഹുദൈബിയ സന്ധി പോലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കും ശേഷം AD 630 10,000-കണക്കിന് അനുയായികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു ചെന്നു. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ അദ്ദേഹം മക്ക കീഴടക്കി. തന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയും നാടുകടത്തുകയും ചെയ്ത ശത്രുക്കളെ മുൻപിൽ കിട്ടിയിട്ടും അദ്ദേഹം അവരോട് പ്രതികാരം ചെയ്തില്ല. പകരം, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങൾക്കെല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തിന് മാതൃകയായി. ഇതോടെ അറേബ്യയുടെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തി. തന്റെ ദൗത്യം പൂർത്തിയായെന്ന് ബോധ്യപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10-ാം വർഷം അവസാനത്തെ ഹജ്ജ് നിർവഹിച്ചു. അറഫ മൈതാനിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ വിടവാങ്ങൽ പ്രസംഗം
മനുഷ്യരാശിയുടെ അവകാശ പ്രഖ്യാപനമായിരുന്നു. വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ലെന്നും ശ്രേഷ്ഠത അളക്കേണ്ടത് ഭക്തിയുടെയും സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. താമസിയാതെ മദീനയിലേക്ക് മടങ്ങിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാം വയസ്സിൽ പനി ബാധിച്ച് അന്തരിച്ചു. മരിക്കുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം പോലും ദാനം ചെയ്ത ആ മഹത് ജീവിതം ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഒരു വഴികാട്ടിയായി നിലകൊള്ളുന്നു.